എല്ലാവർക്കും നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിൽ ഒന്നാമത്തെ ഭാഗം കണ്ടിട്ട് രണ്ടാമത്തെ ഭാഗം കാണാവൂ. ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഈ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ രണ്ടാമത്തെ പാർട്ട്. ആദ്യമായിട്ടൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങളിൽ ഒരാളാണത് പോയിന്റ് ഔട്ട് ചെയ്തത്. നമ്മുടെ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്നുള്ളത് 2 ആയിരുന്നു അവിടെ കൊടുത്തിട്ടുള്ളത്. അത് 2 അല്ല, 2 എന്നുള്ളത് തെറ്റാണ്. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മുടെ കഴിഞ്ഞ സ്ലൈഡിലുള്ളൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. നിങ്ങൾ ശ്രദ്ധിക്കണം. 2 അല്ല, അത് 1 ആണ് ഹൈഡ്രജൻ്റെ മാസ് എന്നുള്ളത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആരോ ഒരാൾ സൂചിപ്പിച്ചതാണ് ഈ മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. സോ ഇനി ഷെല്ലുകളും സബ് ഷെല്ലുകളും തമ്മിലുള്ള റിലേഷനാണ് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. ഷെല്ലുകളും സബ് ഷെല്ലുകളും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഷെല്ലെന്ന് പറയുന്നത് KLMN എന്നിങ്ങനെയാണല്ലേ ഷെല്ലുകൾ. ഇനി അടുത്തതാണ് ഈ ഒരു കള്ളി, ഈ ഒരു ടേബിൾ നിങ്ങൾ നേരം പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടേബിളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഷെല്ലാണ്. നമുക്കറിയാം 4 ഷെല്ലുകൾ, KLMN എന്നാണ് 4 ഷെല്ലുകൾ. ഇനി ഷെൽ നമ്പറാണ്. ഷെൽ നമ്പർ K എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലാണ്, സോ 1. L പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്, സോ 2. M എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്, സോ 3. N എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലാണ്, സോ 4. ഇനി ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ, മാക്സിമം ഇലക്ട്രോൺ ഇൻ ഈച്ച് സബ് ഷെല്ല്. കെയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. കെയിൽ മാക്സിമം 2 ആണ്, Lൽ 8 ആണ്, ആൻഡ് Mൽ 18 ആണ്, Nൽ അത് 32 ആണ്. ഇനി അടുത്തത് സബ് ഷെല്ല്. കെയിൽ ഏതൊക്കെ സബ് ഷെല്ല് ഉണ്ടാവും? കെ ഒന്നാമത്തെ ഷെല്ലാവുമ്പോൾ അതിൽ ഒരൊറ്റ സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ, അത് എസ് ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെൽ, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെൽ, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെൽ. കെ എന്ന് പറയുന്ന ഷെല്ലിലെ ഒരു സബ് ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്, എസ്. എല്ലിൽ എസ്സും ഉണ്ടാവും, പിയും ഉണ്ടാവും. എമ്മിൽ എസ്സും ഉണ്ട്, പിയും ഉണ്ട്, ഡിയും ഉണ്ട്. 3 ഉണ്ട് പറഞ്ഞില്ലേ. എന്നിൽ 4 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 ഏതൊക്കെയാ? എസ്, പി, ഡി, എഫ് ആണ്. അപ്പോൾ 4 സബ് ഷെല്ലുകളാണ് അതിലുള്ളത്. ഇനി നമ്മൾ ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്സിൽ അത് 2 ആണ്. ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എസ്സിൽ 2, എസ്സിൽ അഗെയിൻ 2, പിയിൽ അത് 6 ആണ്, എസ്സിൽ വീണ്ടും 2, അടുത്ത പിയിൽ 6, ഡിയിൽ 10. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണെന്നുള്ളത്. ഇനി അടുത്തതാണ് ഈ സബ് ഷെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സബ് ഷെല്ലിന്റെ പ്രതീകം എങ്ങനെയാണ് ഈ സബ് ഷെല്ലിനെ സൂചിപ്പിക്കുക നോക്കണേ. ഇവിടെ കാണുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി കൂട്ടി നോക്കേണ്ടി വരും. 1s2, 1s സ്ക്വയർ അല്ല, 1s2. ഈ 1 എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ്, എസ് സബ് ഷെൽ ആണ്, ആൻഡ് 2 എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോൺ ആണ്. 2 ഇലക്ട്രോൺ ആണ് 2. അടുത്ത് 2s2. ഈ 2 എന്ന് പറയുന്നത് ഷെൽ നമ്പർ, ആൻഡ് എസ് എന്ന് പറയുന്നത് സബ് ഷെല്ല്, ആൻഡ് മുകളിലുള്ള 2 എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ. ആൻഡ് അടുത്തതാണ് 2p6. 2 എന്ന് പറയുന്നത് ഷെൽ നമ്പർ, പി സബ് ഷെൽ ആണ്, ആൻഡ് 6 എന്ന് പറയുന്നത് അതിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ. 3s2, 3p6, 4s, 3d10 and 4s2, 4p
2p6 4d10 4f14 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? ആദ്യം ഷെൽ നമ്പർ, പിന്നെ ഏതാണോ സബ് ഷെല്ല്, ദെൻ അതിന്റെ പവർ ആയിട്ട് സ്ക്വയർ പോലെ നമ്മൾ എഴുതണം. അതിൽ മാക്സിമം കിട്ടാവുന്ന സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അടുത്തത് എങ്ങനെയാണ് ഈ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാന്ന്. ഓരോ ആറ്റത്തിലും സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന രൂപത്തിലാണ് ഇലക്ട്രോൺ നിറയുക. അഥവാ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക, ഊർജം കുറഞ്ഞ സബ് ഷെൽ ആദ്യം എഴുതും, പിന്നെ ഊർജം കൂടിയത് എഴുതും, അങ്ങനെ അങ്ങനെ ആ ഓർഡറിലാണ് എഴുതി പോകുന്നത്. ഇൻ ആറ്റം ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻ ഈച്ച് സബ് ഷെൽ ഈസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ എനർജി. അഥവാ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ ആ ഓർഡർ വേണമല്ലോ, കൂടി വരുന്ന ഓർഡർ വേണം, എനർജി കൂടി വരുന്ന ആ ഓർഡർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം വരുന്ന സബ് ഷെല്ലാണ് 1s, then 2s, then 2p, then 3s, then 3p, then 4s, 3d, 4p, അതിനേക്കാൾ കൂടുതലാണ് 5s, 4d and 5p, 6s, അങ്ങനെ അങ്ങനെ പോകും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കേണ്ട ഓർഡർ ഇതാ ഈ 3d വരെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഓർഡർ. മാക്സിമം എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഓർഡർ ആണ് 3d വരെ. 1s, 2s, 2p, 3s, 3p, 4s, 3d. അപ്പോൾ ഈ 3d വരെ മാക്സിമം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം എന്തായാലും. സോ വീണ്ടും അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, പ്രതീകം എല്ലാം ഉൾപ്പെടുത്തി എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട ആ രീതിയിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇത് അങ്ങനെ വരിക. നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട സാധനമാണ് 1s2, then 2s2, then 2p6, then 3s2, then 3p6, 4s2, 3d10. ശ്രദ്ധിക്കുക, 3 കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ഒരു 4s വന്നു. കാരണം ഊർജം കുറവ് 4sനാണ് 3dനേക്കാൾ, അതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ മുമ്പ് വന്നത്. then 4p, 5s, 4d, 5p, 6s. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരാൻ കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഇത് ഞാൻ എല്ലാ ഓർഡറും തന്നതാണ്, പക്ഷെ ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. മാക്സിമം 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് മാക്സിമം പഠിച്ചു വെക്കേണ്ടത് ഈ 3d10 വരെയാണ് പഠിച്ചു വെക്കേണ്ടത്. ഇത്രയും നിങ്ങൾ എന്തായാലും മസ്റ്റായാലും നിങ്ങളെ SSLC എക്സാമിൻ്റെ കാര്യം പറയുന്നത്, ക്ലാസ് ടെസ്റ്റിനല്ല. SSLC എക്സാമിന് എന്തായാലും നിങ്ങൾക്കൊരു 4 മാർക്കിനുള്ള ചോദ്യം ഈ പറയുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു കോഡ്, ഈ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10, ഈ കോഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് മസ്റ്റായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു പാട്ട് പാടുന്ന മാതിരി അങ്ങനെ പാടി പഠിച്ചോളൂ. സോ ഇനി എങ്ങനെയാണ് എഴുതുക എന്നുള്ള ഒരു ഉദാഹരണം നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ഒന്ന് എഴുതി നോക്കാം. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിവിടെ ഒരു ഉദാഹരണം എടുത്തത് കാർബൺ ആണ്. കാർബൺ 6. കാർബണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. മാസ് നമ്പർ ഇവിടെ ആവശ്യമില്ല, ഞാൻ വെറുതെ എഴുതിയതാണ്. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് അതിൻ്റെ പ്രതീകം എഴുതുമ്പോൾ അത് മാസ് നമ്പർ അതിൽ ഉൾപ്പെടും. പക്ഷെ മാസ് നമ്പർ നമുക്കിവിടെ ആവശ്യമില്ല. വീണ്ടും പറയുന്നു, മാസ് നമ്പർ നമുക്കിവിടെ ആവശ്യമില്ല. കാർബണിൽ 6 അറ്റോമിക് നമ്പർ, അതുകൊണ്ട് കാർബണിൽ 6 ഇലക്ട്രോണാണ് ഉള്ളത്. അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക, അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. എത്രയാണോ അറ്റോമിക് നമ്പർ അത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ കാർബണിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ 1s വരും, 1s നിറയും, 1s2, അപ്പോൾ 2 ഇലക്ട്രോൺ ആയി. ഇനി 4 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, അത് അടുത്ത സബ് ഷെല്ലിൽ പോവും. അടുത്ത ഊർജം കൂടുതലുള്ളത് 2s പോയി, അപ്പോൾ 2s2. ദെൻ വീണ്ടും ബാക്കി വീണ്ടും എത്ര ഉണ്ട്? 2 ഉണ്ട്, അത് 2pയിലേക്ക് പോവും. ശരിക്കും 2pയിൽ 6 കൊള്ളേണ്ടതാണ്, പക്ഷെ ഇവിടെ 2pയിൽ 2 ഉള്ളൂ. കാരണം ഇവിടെ 6 ഇലക്ട്രോണാണ് ഉള്ളത്. ആദ്യം 2 ഇവിടെ നിറഞ്ഞു,
അത് നിറഞ്ഞു. പിന്നെ അടുത്ത എസ്സിലേക്ക് പോയി, അതും നിറഞ്ഞു. ദെൻ പിയിലേക്ക് പോയി, പിയിലേക്ക് പോയപ്പോൾ ബാക്കി 2 എണ്ണം മാത്രമാണ് ഉള്ളത്. കാരണം 6 ഇലക്ട്രോൺ ആണ്, കണ്ടോ, 2 2 2. അപ്പോൾ മൊത്തം എത്രയായി? 6 ഇലക്ട്രോൺ. അതുപോലെ ആർഗണിന്റെ ഒന്ന് എഴുതിയ ശ്രദ്ധിച്ചു നോക്ക്. ആർഗൺ 18 ഇലക്ട്രോൺ ഉണ്ട്. ഈ താഴെയുള്ള അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം. ആർഗണിന്റെ 18 ഇലക്ട്രോൺ ഉണ്ട്. ശ്രദ്ധിച്ചോ, 1s2. അപ്പോൾ 2 എണ്ണം ഇതിൽ നിറഞ്ഞു. ഇനി ബാക്കി 16 ഉണ്ട്. 2s2 വീണ്ടും 2 നിറഞ്ഞു. ബാക്കി 16ന്ന് 2 പോയാൽ 14 ഉണ്ട്. ദെൻ വീണ്ടും 2p6. അപ്പോൾ 6 പോയി, 14ന്ന് 6 പോയാൽ ബാക്കി 8 എണ്ണം ഉണ്ട്. സോ 3s2. ദെൻ ബാക്കി 6 എണ്ണം ഉണ്ട്. സോ ഫൈനലി ഇതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ ഓർഡറിൽ, ഇതാ വീണ്ടും ഞാനൊരു ഉദാഹരണം കൂടി തന്നിട്ടുണ്ട്. ഈ ഓർഡറിൽ എഴുതാൻ പഠിക്കണം. ഇപ്പോൾ ഈ 3 എണ്ണം നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. വീഡിയോ പൗസ് ചെയ്തിട്ട് ഈ 3 എണ്ണം നിങ്ങൾ വേഗം ഇരുന്ന് ചെയ്ത് നോക്കുക. നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ശരിയാണെങ്കിൽ നിങ്ങൾ ടിക്ക് ഇട്ടോളൂ. നിയോൺ ഇങ്ങനെയാണ്, അതുപോലെ ബോറോൺ ഇങ്ങനെയാണ്, ഫോസ്ഫറസ് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ചെയ്ത് നോക്കിയിട്ട് ശരിയായവർ ശരിയായവർ ടിക്ക് ഇട്ടോളാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ്റെതും ക്ലോറിൻ്റെതും സോഡിയത്തിൻ്റെ കൂടി എഴുതി നോക്കുക. എഴുതി നോക്കാൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ അതിൽ പറഞ്ഞത് ഒന്നും കൂടി കേട്ട് നോക്കുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് നമ്മൾ വിഷ്വലായി നമ്മുടെ മുന്നിൽ കുട്ടികളില്ലാതെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങളത് 2-3 പ്രാവശ്യം അതേ വീഡിയോ തന്നെ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. വീണ്ടും നിങ്ങൾ അതായത് പറഞ്ഞ നൈട്രജന്, ക്ലോറിന്, ഈ സോഡിയം, ഇതുപോലുള്ള 3 എലമെൻസിന് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യണം. അടുത്ത വീഡിയോക്ക് മുമ്പ് നിങ്ങൾ ഇപ്പം തന്നെ ഇരുന്നത് ചെയ്താൽ മതി. അടുത്ത വീഡിയോക്ക് മുമ്പ് ഞാനിതിൽ ഇതിൻ്റെ ആൻസർ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇന്ന് നമ്മൾ എടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. SSLC പരീക്ഷകൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ക്ലാസ്സുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ ക്ലാസ്സിനെ നിങ്ങൾ കാണണം. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നെ അത് അപ്ലോഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.